അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കൊരു കുറഞ്ഞ സമയം ചില ദിക്റുകളുടെ മഹത്വം മനസ്സിലാക്കാം. ഹദ്ദാദ് റാത്തീബിലെ 15ാമത്തെ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ. ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുന്നതിന് വേണ്ടിയാണ് ഹദ്ദാദിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ദിക്റാണിത്. ഈ ദിക്റുകളിൽ നിന്ന് ഓരോന്നിനും പ്രത്യേകം മഹത്വമുണ്ട്. മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള സമയം ഈ ക്ലിപ്പിന് വേണ്ടി ചെലവഴിക്കുക. ബഗിയത്തുൽ മുസ്താഖ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഈ ഇസ്മുകളുടെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞ യാ അലിയു എന്ന് പറയുന്ന ഇസ്മു, ഫമൻ അക്സറ മിൻ ദിക്രിഹി, ഈ ദിക്റിനെ ആരെങ്കിലും വർദ്ധിപ്പിച്ചാൽ, യാ അലിയു എന്ന ദിക്ർ പറയുന്നതിനെ ഒരാൾ വർദ്ധിപ്പിച്ചാൽ, കറമല്ലാഹു അജ്റഹു അനി തദല്ലുലി ലിൽ ഗൈരി, മറ്റൊരാൾക്ക് വേണ്ടി നിന്ദനാകുന്നതിനെ തൊട്ട് അവന്റെ മുഖത്തിനെ അല്ലാഹ് സംരക്ഷിക്കും. വേറൊരാളുടെ മുന്നിൽ ഇളിഭ്യനാ വേണ്ടി വരില്ല. ഇത് ഈ ദിക്ർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന ഒരു ഗുണമാണ്. 2, അവനെ കാണുന്നവരൊക്കെയും അവനെ ഇഷ്ടപ്പെടും. 3, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അള്ളാഹു അവനെ ശക്തിപ്പെടുത്തും, അള്ളാഹുവിനെ ശക്തിയായി സഹായിക്കും. 4, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല തത്വങ്ങള്, ഹിക്മത്ത്, ഉപകാരമുള്ള അറിവുകള് അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുക്കും, അറിയിച്ചു കൊടുക്കും. പിന്നെ അതിൽപ്പെട്ട ഒരു ദിക്റാണ് കബീർ. യാ കബീർ വമൻ അക്സറ മിൻ ദിക്രി, യാ കബീർ എന്ന ദിക്റിനെ ഒരാൾ വർദ്ധിപ്പിച്ചാൽ, സഗറ ഇൻദഹു കുല്ലു ഷൈഇൻ, അല്ലാഹല്ലാത്ത എന്തൊക്കെ വസ്തുണ്ടോ അതൊക്കെ അവന്റെ അരികെ നിന്ദ്യമാകും, ചെറുതാകും, ഒന്നും അവന്റെ അരികെ വലിയ ആളാവുകയില്ല. വലാ യറാഹു അഹദുൻ ഇല്ലാ ഹബഹു, അവനെ ഒരാളും കാണുകയില്ല അവനെ ഭയപ്പെട്ടിട്ടല്ലാതെ. അതിൽപ്പെട്ട മറ്റൊരു ദിക്റാണ് ഖബീർ. യാ ഖബീർ, അതിനും വലിയതായ മഹത്വമുണ്ട്. മൻ അറാദ തിൽഅ അലാ അംരിൻ ഖഫിയ്യിൻ ഫീ നൗമിഹി ഔ യഖ്ളതിഹി, ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി, എവിടെയാണ് അത് വെച്ചത് എന്നറിയാതെ വെച്ച സ്ഥലം അല്ലെങ്കിൽ മറന്നുപോയി, ഇങ്ങനെ സംഭവിച്ചാൽ യാ ഖബീറു എന്ന ഇസ്മ വുളൂഓടുകൂടെ വളരെയധികം വർദ്ധിപ്പിച്ചാൽ, യഖ്ളത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെച്ച സ്ഥലത്തിനെ അല്ലെങ്കിൽ അതുള്ള സ്ഥലത്തിനെ അവനിക്ക് അറിയിച്ചു കൊടുക്കും. അവനിക്ക് തോന്നും ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ ചെന്ന് നോക്കിയാൽ അത് കിട്ടും. ഇതേ പ്രകാരം ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മാണ്. പിന്നെ യാ ലത്തീഫ് വലിയ മാത്രമുള്ള ദിക്റാണ്. അതിന്റെ മഹത്വം തന്നെ പറഞ്ഞാൽ 10 മിനിറ്റിൽ കൂടും. ഞാൻ അതിന്റെ ചെറിയ ഒരു കാര്യം മാത്രം പറയുകയാണ്. സരീഉൽ ഇജാബ, വളരെയധികം എളുപ്പം ഉത്തരം കിട്ടുന്ന ഒരു ഇസ്മാണത്. ബുദ്ധിമുട്ടിന്റെ സമയങ്ങളിലൊക്കെ ആ ബുദ്ധിമുട്ടിനെ നീക്കാൻ പറ്റിയ ഇസ്മാണ് യാ ലത്തീഫ്. ഒരാൾക്ക് രോഗം ശക്തിയായാൽ, അല്ലെങ്കിൽ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ അവൻ അടിച്ചൊതുക്കപ്പെട്ടവനായാൽ, യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാൽ, ഖലസ മിൻ ദാലിക, ആ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷപ്പെടും, അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. ഇതുപോലെ അലീം, യാ അലീം,
മന്നകസറ മിൻ ദിക്രി, ആരെങ്കിലും യാ അലീമു എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാൽ ഖളഅത് ലഹു മഖ്ലൂഖാത്തു, സൃഷ്ടികളൊക്കെ അവന് കീഴ്പ്പെടും. വമനഅഹു അല്ലാഹു മിനൽ ആഫാത്ത്, ആഫത്തുകളെ തൊട്ട് അല്ലാഹു അവനെ തടയും. വദഫഅ അൻഹു മാ യക്റഹു, അവൻ വെറുക്കുന്ന കാര്യങ്ങൾ അവനെ തൊട്ട് അല്ലാഹു തട്ടി നീക്കും. വഅല്ലമഹു അല്ലാഹു മാ ലം യഅലം, അവൻ അറിയാത്തതിനെ അല്ലാഹു എനിക്ക് അറിയിച്ചു കൊടുക്കും. യാ സമീഉ എന്നതാണ് മറ്റൊരു ദിക്ർ. മന്നകസറ മിൻഹു, ആരെങ്കിലും യാ സമീഉ എന്ന ദിക്ർ വർദ്ധിപ്പിച്ചാൽ ലാ തുറദ്ദു ലഹു ദഅവത്തുൻ, ഒരൊറ്റ പ്രാർത്ഥനയും അവനിക്ക് തട്ടുകയില്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വമൻ അക്സറ, ആരെങ്കിലും ആ ദിക്ർ വർദ്ധിപ്പിച്ച് ചൊല്ലിയാൽ കാന മസ്മുഅൽ ഖൗലി, അവന്റെ വാക്കെല്ലാവരും ഗൗനിക്കും, പറയുന്നത് ആരും തട്ടുകയില്ല. അതിന് പറ്റുന്ന ദിക്റാണ് യാ സമീഉ. അപ്പൊ അധികരിച്ചത് ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലാനാണ് അദ്ദാദിലുള്ളതെങ്കിലും വളരെയധികം അധികരിപ്പിച്ച് ചൊല്ലിയാൽ ഈ മഹത്വങ്ങൾ കിട്ടും. അതുപോലെ യാ ബസീർ, അതൊരാൾ വർദ്ധിപ്പിച്ചാൽ ബസ്സറഹുല്ലാഹു ബിൽ ഉമൂരിൽ ഖഫിയ, മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു തആല അവനിക്ക് കാണിച്ചു കൊടുക്കും. അതുപോലെ ഖാദിർ എന്ന് പറയുന്ന ദിക്ർ, അത് അർവാഹിനെ, ആത്മാവിനെ ശക്തിപ്പെടുത്താൻ ഏറ്റവും നല്ല ദിക്റാണ്. അപ്പൊ യാ അലിയു യാ കബീറു യാ അലിമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലത്തീഫു യാ ഖബീർ, അതിലുള്ള 15ാമത്തെ ദിക്ർ അതാണ്. അതിന് വലിയ പുണ്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം നേടാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.